ഇന്ന് ഉപ്പാൻ്റെ റമദാൻ സ്പെഷ്യൽ സീരീസിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. സാധാരണ നമ്മളിപ്പോൾ നോമ്പിന് ചിക്കൻ വെച്ചിട്ടുള്ള ഐറ്റംസ് അല്ലേ ഉണ്ടാക്കല്. അപ്പൊ ഇടയ്ക്കൊക്കെ ഒരു ഫിഷ് കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു വെറൈറ്റി ആയിട്ടോ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ പൊതുവെ ഈ ഫിഷ് കറി ഒന്നും നോമ്പിന് ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഈ ഒരു കറി എന്തായാലും ഇഷ്ടമാവേ, കാരണം അതിന് അത്രക്കും ടേസ്റ്റ് ആണ്. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ശ്രീലങ്കൻ സ്റ്റൈൽ ഫിഷ് കറിയാണ്. പിന്നെ ആദ്യം തന്നെ ഈ ഒരു ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഉപ്പ് ഒരുപാട് കൺട്രീസ് വിസിറ്റ് ചെയ്യും, അവിടുത്തെ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഉപ്പാന്റെ ഒരു ഫേവറേറ്റ് കറിയാണ് ഇത്. ഈ ഒരു റെസിപ്പിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മാംഗോ ഇട്ടിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഇത്. ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ഉപ്പ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു മാരിനേഷൻ നിങ്ങൾ എവിടെയും കണ്ട് മറന്ന പോലെ ഉണ്ടെങ്കിൽ വേറെ എവിടെയല്ല, നമ്മളെ മീനടന്റെ റെസിപ്പിയിലും ഈ ഒരു മാരിനേഷൻ തന്നെ കേട്ടോ കാണിക്കുന്നത്. ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അവസാനമായിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പൊടികളും ചേർത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാണ്. പിന്നെ ഈ ഒരു മാരിനേഷൻ ചെയ്യുമ്പോൾ അധികം വെള്ളം ചേർക്കരുത്. അത്യാവശ്യം നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് തന്നെ വേണം മാരിനേഷൻ ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം വെളിച്ചെണ്ണയും വിനീഗറും യൂസ് ചെയ്ത് മാരിനേഷൻ നല്ലോണം പിടിക്കാൻ വേണ്ടി നമ്മൾ ആഗോലിയെല്ലാം നല്ലോണം വരട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കാണുന്ന ആഗോലി നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടവരാണെങ്കിൽ മനസ്സിലാവും, അത് നമ്മൾ മീനടക്ക് വേണ്ടി മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച അതിലാണ്. പിന്നെ ഈ ഒരു മാരിനേറ്റ് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾക്കൊരു കഥ പറഞ്ഞിട്ട്, എനിക്കും എൻ്റെ സിസ്റ്ററിനും ഈ ഫിഷ് ഐറ്റംസ് ഒന്നും അത്ര ഇഷ്ടമല്ലേ. പണ്ട് നമ്മൾ സ്കൂളിൽ വരുമ്പോൾ ആദ്യം വേണം ചോദിക്കല് എന്താ കഴിക്കാനെന്നാണ്. അപ്പൊ പിന്നെ ഫിഷാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ലാഗ് അടുപ്പിച്ച് കുറെ നേരം കഴിഞ്ഞാണ് നമ്മൾ കഴിക്കല്. അതേസമയം ചിക്കൻ ഏനയില് എപ്പം കഴിച്ചെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ വന്നപ്പോ അമ്മ പറയാ ഇന്ന് മാങ്ങ ഇട്ട് വെച്ച ആവൂലിക്കറിയാണെന്ന്. മാങ്ങ ഒക്കെ ഇട്ടിക്കണ് പറഞ്ഞപ്പോ ഒന്ന് കഴിച്ചു നോക്കാന്ന് വിചാരിച്ച് അന്ന് മുതൽ ഈ ഒരു ഫിഷ് കറിന്റെ ഫേവറേറ്റ് ആയി മാറി. ഇന്ന് എപ്പം ആവൂലി കൊണ്ടുവന്നാലോ ഇതേപോലെ ഉണ്ടാക്കാനാണ് നമ്മൾ പറയല്. ഇനി ഒരു 10 മിനിറ്റോളം ഈ ഒരു മാരിനേറ്റ് ചെയ്ത മീൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇങ്ങനെ നീണ്ട 10 മിനിറ്റിന് റെസ്റ്റിങ്ങിന് ശേഷം ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. നീല് കാണുന്ന വെളിച്ചെണ്ണയിൽ നമ്മൾ ആദ്യം അയില പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിഷ് ഐറ്റംസ് ഒക്കെ പൊരിക്കുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാനിൽ ഒട്ടി പിടിക്കൂലേ. അങ്ങനെ ഇനി ചൂടായ എണ്ണയിൽ ഈ ഒരു ഫിഷ് ഇട്ട് വറുത്തെടുക്കുക. നമ്മളിവിടെ എടുത്തത് ഒരു 3 ആഗോലിയാണ്. ഈ 3 ആഗോലി നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാണ്. അങ്ങനെ ഫ്രൈയിങ് കുറച്ച് വേഗമാക്കാൻ വേണ്ടിയിട്ട് 2 പാനിൽ ഇട്ടിട്ടേനെ ഫ്രൈ ചെയ്തേനെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു കറിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ കാണുന്ന മാങ്ങ തന്നെയാണ്. സാധാരണ നമ്മൾ മാങ്ങ ഇട്ട് ഫിഷ് കറി വെക്കുന്നതല്ലേ, പക്ഷെങ്കിൽ ഈ ഒരു കറി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ലേ. ഈ ഒരു കറിക്ക് വേണ്ടി നമ്മളിവിടെ 2 പച്ചമാങ്ങ ആണ് എടുത്ത്. നിങ്ങളിൽ വലിയ മാങ്ങ ആണെങ്കിൽ ഒന്നെടുത്താൽ മതി. നമ്മളിവിടെ ചെറുതായതുകൊണ്ടാട്ടോ 2 എണ്ണം എടുത്ത്. ഈ ഒരു മാങ്ങക്ക് വരെ ഈ ഒരു കറിയിൽ നല്ല റോൾ ഉണ്ട്. എടുക്കുമ്പോ ഈ ഒരു പച്ച എണ്ണ എടുക്കാൻ നോക്കണേ, കാരണം കറി എല്ലാം ആയി കഴിയുമ്പോൾ ഫിഷിനെ കാട്ടി തിരക്ക് ഈ ഒരു മാങ്ങ അയക്കാനേക്ക്. അതാ ഈ കാണുന്ന വായൻ്റെലയിലാണ് നമ്മൾ അന്നത്തെ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ ഞാൻ ആദ്യം പറഞ്ഞ ഇത് സംഭവം കുറച്ച് വെറൈറ്റി ആണ്. ഇനി അതിൽക്കൊരു 3 അല്ലി കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വായൻ്റെല പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ടേ, ഇല്ലാണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ഒരു പകുതി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു മാങ്ങന്റെ കുറച്ച് പീസസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മേൽക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആവോലി ഓരോന്നായി വെച്ച് കൊടുക്കുന്നുണ്ട്. സംഭവം ഈ കറി നല്ല സിമ്പിൾ ആണ്. പിന്നെ കാണുമ്പോഴും കേൾക്കുമ്പോഴും കുറച്ച് ടാസ്ക് ആയി തോന്നുന്നതാണ്. ഇനി ഇതിന്റെ മുകൾക്ക് കുറച്ച് കറിവേപ്പിലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മുളക് ജസ്റ്റ് ക്രഷ് ചെയ്തതും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി പകുതി ഉള്ളി ഇതിന്റെ മുകളിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ്. എല്ലാവർക്കും ഈ വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് കുറച്ച് യൂസ് ചെയ്യും. പക്ഷെ ഈ ഒരു ഡിഷിന്റെ ഒക്കെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വെളിച്ചെണ്ണ തന്നെയാണ്. കാരണം അതൊക്കെ ഒരു റെസ്റ്റോറന്റ് സ്റ്റൈൽ കറിയാണ്. അപ്പൊ ആ ഒരു സ്റ്റൈലൊക്കെ എത്തണമെങ്കിൽ എന്തായാലും വെളിച്ചെണ്ണക്ക് അത്യാവശ്യമാണ്. ഇതിന്റെ ഇടയിൽ ബാക്കി മാങ്ങ അതിന്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ആവശ്യത്തിന് ഉപ്പോടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ചേർക്കണേ. സ്റ്റവ് ഓൺ ചെയ്ത് ഇതിനി അടുപ്പത്ത് വെക്കാനുള്ള ടൈമായി. അതിന്റെ ഇടയിൽ ഉപ്പന്റെ സ്പെഷ്യൽ ഗരം മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇതിന്റെ മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിന്റെ മെയിൻ ടേസ്റ്റ് മേക്കർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, തേങ്ങാപ്പാലാണ്. ഇവിടെ ഒരു ഫുള്ള് തേങ്ങാപ്പാലാണ് എടുത്ത്. ഇനി ഈ കാണുന്ന വായൻ്റെല വെച്ചിട്ട് തന്നെ ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. വായൻ്റെല വെച്ച് മാത്രം മൂടി വെച്ചാൽ പോരെ. ഇനി ഒരു പാത്രം തന്നെ അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. അങ്ങനെ 20 മിനിറ്റെല്ലാം കഴിഞ്ഞ് ഇത് തുറന്നു നോക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് കിച്ചൺ ഒന്നായിട്ട് വരും. സത്യം പറഞ്ഞാൽ ഈ വായൻ്റെല തുറന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക മൊഞ്ച് തന്നെ ഉണ്ടാവും. നല്ല പച്ച മാങ്ങയും മുരിഞ്ഞ മീനും തേങ്ങാപ്പാലും എല്ലാം കൂടി ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് ഈ ഒരു ഡിഷിന് ഉണ്ടാവാ. പിന്നെ നാട്ടിലെ ഫിഷ് കറി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇതിന്. പിന്നെ ഇടക്കൊക്കെ ഒരു ചേഞ്ച് ആവാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. ഇപ്പൊ അങ്ങനത്തെ എന്ത് വെറൈറ്റി ഉണ്ടാക്കിയാലും നമ്മൾ ടേസ്റ്റിംഗ് ആയതുകൊണ്ട് നമ്മളെ വീഡിയോയിലാലോ. അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ തന്ന കൈയെല്ലാം പൊള്ളി ഒരു വട്ടം കറങ്ങിയതാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ആ ഒരു ടൈമിൽ ഓഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഫോൺ വരണ പോവേ. പിന്നെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വായൻ്റെല ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ ഇപ്പൊ പറഞ്ഞേ. അപ്പൊ അടുത്ത
അടുത്ത പ്രാവശ്യം ആഗോലി വാങ്ങിക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു 95% ആൾക്കാർക്ക് ഇത് ഇഷ്ടമായാലും ഒരു 5% ആൾക്കാർ ഇത് ഇഷ്ടമില്ലാണ്ടും ഉണ്ടാവും. പിന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇപ്പൊ ഒരു വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.